ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ മെഗാമാളിലാണ്. ഈ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടോ, ഇത് കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പൊ ഞാൻ 3rd ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത്. 3rd ഫ്ലോറിൽ നിന്ന് എസ്കലേറ്ററിൽ താഴോട്ട് വരുമ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതുവഴി ഇങ്ങോട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഈ ഒരു വ്യൂവിന് വേണ്ടി മാത്രം നമ്മൾ തിരിച്ച് ഇതുവഴി അങ്ങോട്ട് കയറുവാണ്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഇങ്ങ് മുകളിലോട്ടാണ് കേട്ടോ ലിഫ്റ്റ് വഴി വന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും താഴെ ചെന്നിട്ടുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പം എങ്ങനെയാണോ. അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ താഴെ ചെന്നിട്ട് താഴെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ദേ താഴെ എത്താറായി. എന്നെക്കാട്ടിൽ മുന്നേ അവിടെ താഴെ വന്ന് പ്രസൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. 3 പേരുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കൂ. ഈ ഒരു മാളിൽ വരുമ്പോൾ മിസ് ചെയ്യാത്തൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോ സെക്ഷൻ ഏരിയ എന്ന് തന്നെ പറയാം. ഞങ്ങൾ ക്രിസ്മസ് ടൈമിൽ വന്നപ്പോഴും എല്ലാം അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതിനകത്ത് കയറണമെങ്കിൽ അന്ന് ടിക്കറ്റ് എടുക്കണമായിരുന്നു. പക്ഷെ ഈ ഒരു ടൈമിൽ ഒന്നുമില്ല കേട്ടോ, ഫ്രീ എൻട്രി. എല്ലാവരും തകൃതിയായിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇതിന്റെ അകത്ത് ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ എല്ലാവരും ക്യൂ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ഓരോ ഫാമിലീസ് അകത്തോട്ട് കയറും. അവിടെ എവിടെയൊക്കെ ഇരുന്നും നിന്നും ഒക്കെ ഉള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങും. അപ്പോൾ അടുത്ത ഫാമിലി കയറും. അങ്ങനെ എല്ലാവരും ഒരു സംയമനം പാലിച്ചുള്ള ഫോട്ടോ. അങ്ങനെ നെക്സ്റ്റ് കയറാനായിട്ട് ഞങ്ങളും വെയിറ്റിങ്ങിലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് കണ്ടാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. ഇവാനിക്ക് വിഷാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഈ ബട്ടർഫ്ലൈസിന്റെ ഒക്കെ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ മുകളിൽ, അവർക്ക് ബട്ടർഫ്ലൈസ് ഒക്കെ. അതുപോലെ തന്നെ ഈ ട്രീസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഓരോ പക്ഷികളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് അവർക്ക് തൊടണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബഹളം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തൊടിയിക്കാനും നിന്നില്ല. കാര്യം അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് തൊട്ടിനി അതിങ്ങനെ ഇളകിപ്പോയാലോ എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് തൊടണ്ട എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിർദ്ദേശിക്കുന്നുണ്ടോ. ഇതിനെ തൊടണമെന്ന് പറഞ്ഞിട്ടാണ് അവർ കുറച്ച് വാശി കാണിച്ചത്. പിന്നെ കുഴപ്പമില്ല. അടുത്ത ഞങ്ങളാണ് കേട്ടോ കയറാൻ പോകുന്നത്. ഞാനൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ പോയത്. ഇനിയിപ്പോൾ ഞങ്ങൾ 4 പേരുടെ ഇരിക്കുന്ന ഫോട്ടോ ആരെ കൊണ്ട് എടുപ്പിക്കും? എന്തായാലും ആദ്യം നിങ്ങൾ 3 പേരുടെ പോയി ഇരിക്കും, ഞാൻ ആദ്യം ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 പേരെയും പിടിച്ച് അറേഞ്ച് ചെയ്ത് ഇരുത്തുവാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിയിട്ട് വേണം ഇനി മറ്റുള്ളവർക്ക് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അതേ സെക്യൂരിറ്റി ചേട്ടൻ വരുന്നു, എല്ലാം ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുക ഇത്രയും നേരം ഈ ചേട്ടനെ ഇവിടെങ്കിലും കണ്ടില്ലല്ലോ, ഞങ്ങൾ കയറി ഇരുന്നപ്പോൾ തന്നെ ഇപ്പം ഇവിടുന്ന് വന്നു എന്ന് വിചാരിച്ചു. പക്ഷെ വന്നത് ഉപകാരമായി. വേറൊന്നുമല്ല, ഞങ്ങളുടെ 4 പേരുടെയും ഫോട്ടോ എടുക്കാൻ ഒരാളായി. ചേട്ടൻ എന്തായാലും നല്ല രീതിയിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് തന്നു കേട്ടോ. ഞങ്ങൾ 4 പേരോട് ഇരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് പൊസിഷൻ മാറി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് 2 പേര് അകത്ത് കയറി കേട്ടോ. പിന്നെ എക്സ്ട്രാ കുറേ പേര് അകത്തോട്ട് കയറിയവരെയൊക്കെ ചേട്ടനെ ഇറക്കി വിട്ടു. നമ്മളോട് എന്തായാലും ഒന്നും പറഞ്ഞില്ല. നമ്മൾ നേരത്തെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നുകൊണ്ടായിരിക്കണം. എന്തായാലും ഞങ്ങൾ സൈഡിലൂടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. പിന്നെ ഈ ഫ്ലവർ അറേഞ്ച്മെന്റ് തുടക്കത്തിലുണ്ടായിരുന്നു സ്നാപ്പ് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഈ ഇരിക്കുന്ന വണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ ആക്കാനും മറക്കല്ലേ.